കേരളത്തിന്റെ തന്നെ മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരകൃത്യമാണ് നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകം. ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിയാത്ത കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും ക്രൂരമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. കാരണം അത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, അടിക്കാറുണ്ട്, അവരെ ദേഹോപദ്രവം ചെയ്യാറുണ്ട്. നിങ്ങളൊരു മോശം പാരന്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? കുട്ടികൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ അടിക്കാറുണ്ട് അല്ലേ? അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അവരെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാക്കും എന്ന് ഞാൻ പറയുകയാണ്. WHO-യും യൂണിസെഫും കൂടി നടത്തിയ ഒരു റിസർച്ചിൽ ലോകത്തെ 2 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ 60% പേരും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള പല ഉപദ്രവങ്ങൾ, മാനസികമായിട്ടുള്ള പല ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്. 60% കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കണക്കല്ല. 10 കുട്ടികളെ എടുത്താൽ അതിൽ 6 പേരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഞാൻ അമ്മയല്ലേ, ഞാൻ അച്ഛനല്ലേ, ഞാൻ അവനെ തിരുത്താൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അടി കൊടുത്തത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളും ഒക്കെ അടി കിട്ടി വളർന്നവരാണ് അല്ലേ? നമ്മുടെ ജനറേഷനിലുള്ളവരെല്ലാം നല്ല രീതിയിൽ നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും നമ്മുടെ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ കയ്യിൽ നിന്നും ഒക്കെ അടി കൊണ്ട് നമ്മൾ വളർന്നവരാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു തോന്നൽ തോന്നും അല്ലേ, എന്നിട്ട് എനിക്കെന്താ കുഴപ്പം പറ്റിയേ എന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് നമ്മൾ പറയുകയാണ്. ബട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവും എന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഒരു ടീനേജ് കഴിയുന്ന പ്രായം വരെ ഇത്തരത്തിൽ ഉള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ അവരുടെ ഒരു ടീനേജ് കഴിയുമ്പോൾ പല തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് ഇവരെത്താം. പ്രത്യേകിച്ച് അവർക്കുള്ള ഒരു മാനസിക സംഘർഷം പോലും ആവാം അവരെ പല കാര്യങ്ങൾ ചെയ്യാൻ നിന്ന് പിൻവലിക്കും. പ്രശസ്ത ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് എലിസബത്ത് ഗെർഹോഫ് അവർ നടത്തിയ ഒരു പഠനത്തിൽ 1,60,000 കുട്ടികളിൽ അവർ നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം, ഇത്തരത്തിൽ അബ്യൂസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ബട്ട് എങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പോലും ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ കിട്ടി വന്ന കുട്ടികളിൽ 20 മുതൽ 30% വരെ അഗ്രസീവ് ബിഹേവിയർ കൂടുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയത്. അപ്പൊ ഈ ഒരു അഗ്രഷൻ കൂടുക എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു അവരുടെ എൻറ്റയർ ലൈഫിലെ ഒരു സോഷ്യൽ ബിഹേവിയറിനെ തന്നെ അത് ബാധിക്കാം. നമ്മൾ എന്തിനാ കുട്ടികളെ അടിക്കുന്നേ? അവരെ ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കാനല്ലേ, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ തെറ്റ് മാറ്റാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കുട്ടികളെ ഒരു അടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ ആ ബിഹേവിയർ അപ്പം തന്നെ ചേഞ്ച് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു അടിയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാം, അവനെ നല്ലൊരു കുട്ടിയാക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ പാരന്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ അടി കൊണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് അവൻ എല്ലാത്തിനോടും ഒരു പേടിയായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതിന് എനിക്ക് ഉപദ്രവമാണോ കിട്ടുന്നത് എന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ വരുന്നൊരു കുട്ടി പിന്നീട് ഒരു തെറ്റ് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവന് സംഭവിച്ചു പോയാൽ അത് പാരൻസിൽ നിന്നും മറച്ചു വെക്കും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ വലിയൊരു മാനസിക സംഘർഷത്തിലേക്കും അതിനോടനുബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലേക്കും തള്ളിവിടാൻ ചിലപ്പോൾ നമ്മൾ കാരണമാവും. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ ഒരിക്കലും നമ്മൾ അവരെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒന്ന് പെയിൻ കൊടുത്തിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് അടി കൊടുത്തല്ല നമ്മൾ അവരെ ചെയ്യേണ്ടത്. അവരെ കാര്യങ്ങളായി നമ്മൾ ഓരോ കാര്യത്തിനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതിലാണ് നമ്മുടെ പാരന്റിങ്ങിന്റെ ഒരു കഴിവുള്ളത്. 1-2 പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് ചെയ്യണമെന്നില്ല. അവർ കുട്ടികളാണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമാണ്. അവർ ഓരോ സ്റ്റേജിലും ഇത് പഠിച്ചു വന്നായിരിക്കും അവർക്ക് ആ ഒരു മിസ്റ്റേക്സ് മനസ്സിലാവുക, അവരത് തിരുത്തുക.
അപ്പോൾ അതിനെപ്പോഴും നമ്മൾ അവരെ ടീച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ഉപദ്രവിച്ചത് കൊണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. ബട്ട് അവരുടെ മറ്റ് പല ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും ഒക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കുണ്ടാവാം. ലേറ്റർ അവർക്കൊരു ടീനേജ് കഴിഞ്ഞ് അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല സന്തോഷത്തോടെ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ കുഞ്ഞെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങൾ അവരെ അടിക്കാറുണ്ടോ? ഇല്ല. പോട്ടെ, സാരമില്ല, നമുക്കിത് ഒരുമിച്ച് റെഡിയാക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ പോട്ടെ, സാരമില്ല, നമുക്കിനി അടുത്ത പുതിയത് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് പൊട്ടിക്കുവാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇല്ല കുഴപ്പമില്ല, നമുക്ക് പുതിയത് മേടിക്കാം. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ഓഫീസിലെ ഒരു ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞ് സ്ട്രെസ്ഡ് ആയി നിങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഒരു പാത്രം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ എന്തായിരിക്കും കുഞ്ഞിനോട് റെസ്പോണ്ട് ചെയ്യുക? ഉറപ്പായിട്ടും ആ കുഞ്ഞിനൊരു അടി കിട്ടും, ഇല്ല? അപ്പൊ ശരിക്കും അവിടെ അവൻ ചെയ്തൊരു മിസ്റ്റേക്കിനാണോ നമ്മൾ അടി കൊടുക്കുന്നത്, അതോ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്ട്രെസ്സിനും നമ്മുടെ ഒരു പ്രോബ്ലത്തിനും നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ആക്റ്റാണ് അല്ലേ? അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ബാഡ് പാരന്റ് ആണ് എന്നുമല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കൊണ്ടുവരാനാണ് സാധിക്കുക. നമുക്ക് കുഞ്ഞിനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ കുഞ്ഞൊരു പാത്രം തറയിലിട്ട് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം തറയിലേക്ക് കമഴ്ത്തുകയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സ് അവർ ചെയ്യുന്ന ഒരു ടൈമിൽ ഒന്ന് പോസ് ചെയ്യുക, നമ്മളൊന്ന് ശാന്തരാകുക, നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക, എന്നിട്ട് കുഞ്ഞിനോട് സംസാരിക്കുക. ഇതിപ്പോൾ എന്താ പറ്റിയേ, എന്ത് ചെയ്തു എന്നുള്ളത് കാര്യം. എനിക്കും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും ദേഷ്യവും വരുന്നൊരു കാര്യം, മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് ആൾ കുടിക്കും, പക്ഷെ അതുപോലെ തിരിച്ചു തുപ്പും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം കുഞ്ഞിനൊട്ടും വയ്യാത്ത സമയത്താണല്ലോ നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ബട്ട് ആ ഒരു ടൈമിൽ പോലും നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഒന്ന് പോസ് ചെയ്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ പയ്യെ ആ രീതിയിൽ നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊന്നുമില്ല. വളരെ സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് അടിയൊക്കെ കൊടുത്ത് നമുക്ക് അവരെ റെഡിയാക്കി എടുക്കാം എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിന് നമ്മളോട് ഒരു ഭയമാണോ തോന്നേണ്ടത്, അതോ അവർക്കൊരു സേഫ് പ്ലേസ് ആണോ, ഒരു സെക്യൂരിറ്റി ആണോ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോന്നേണ്ടത്? അത് നിങ്ങൾ മനസ്സിലാക്കണം.